മണികണ്ഠന് ഇനി പേടിക്കാതെ അന്തിയുറങ്ങാം. അസുഖം മൂലം ഒരു ഭാഗം തളർന്ന മണികണ്ഠനും കുടുംബത്തിനും പുതിയ വീടായി. കാട്ടൂരിലെ ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ലോട്ടറി വിൽപ്പന നടത്തിക്കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് 2 പെൺമക്കൾ ഉൾപ്പെടെ ഉള്ള കുടുംബം ജീവിച്ചിരുന്നത്. സ്വന്തമായി സ്ഥലവും വീടും എന്നത് മണികണ്ഠന് സ്വപ്നം മാത്രമായി അവശേഷിച്ചു. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞ കാട്ടൂർ പഞ്ചായത്ത് കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ ഇടപെടൽ നടത്തിയിരുന്നു. ഭൂമി വാങ്ങുന്നതിനായി സർക്കാരിന്റെ അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് മുഖേന 3,70,000 രൂപ ലഭ്യമാകുകയും ബാക്കി തുക സന്നദ്ധ സംഘടനകൾ വഴി സമാഹരിച്ച് വീട് വയ്ക്കാനുള്ള സ്ഥലം ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കി. തുടർന്ന് പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ മുൻഗണനയിൽപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിനായി 4 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച മണികണ്ഠനും കുടുംബവും വീട്ടിലേക്ക് താമസം മാറി. സർക്കാരിന്റെ അതിദരിദ്രമില്ലാത്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാട്ടൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ഗുണഭോക്താവായ ദീപ മണികണ്ഠന് സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നൊരു സുദിനമാണ് ഇന്നത്തെ ദിവസം. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തന്നെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്താലും ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഇനിയുള്ള ജീവിതം അവരുടെ നല്ല രീതിയിലേക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഗൃഹപ്രവേശ ചടങ്ങിൽ കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ലത, വൈസ് പ്രസിഡന്റ് വി.എം. കമറുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എസ്. അനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ സുബ്രഹ്മണ്യൻ, അബുജ രാജൻ തുടങ്ങിയവർ സന്നിഹിതരായി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.